ഭാര്യമാര് കണ്ണിന് കുളിർമയുള്ള ഭാര്യമാരാക്കണേ അല്ലാഹ്. പടച്ചറപ്പേ, ഈ ചെറുപ്പക്കാർക്ക് നിന്നെ പേടിയുള്ള ഒരു ഇണയെ കൊടുക്കണേ അല്ലാഹ്. ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം സ്വാലിഹത്തായ ഒരു ഭാര്യയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ആമീൻ പറ, ആമീൻ പറ. ഇല്ലെങ്കിൽ രാത്രി വീട്ടിൽ പോയിരുന്ന് കരയേണ്ട വരും, ചോറ് തന്നെ വിളമ്പി തിന്നേണ്ട വരും, ഭാര്യയുടെ കുത്തുവാക്കും പരിഹാസവും കളിയാക്കും. നീ നാട്ടുകാരുടെ മുന്നിൽ വലിയ ആളാ, ഇങ്ങനെ നെളിഞ്ഞൊക്കെ നടക്കും. പക്ഷെ വീട്ടിൽ പോയാ പാപം ഉറക്കമുണ്ടോ? ഉസ്താദെ, ഞാൻ കല്യാണം എല്ലാം കഴിഞ്ഞില്ലേ, പിന്നെ എങ്ങനെ എനിക്ക് നല്ല പെണ്ണിനെ കിട്ടുന്നേ? നല്ല പെണ്ണിനെ വേണോ? നീ വിവാഹം കഴിച്ച നിന്റെ ഭാര്യ അള്ളാഹു ആ പെണ്ണിനെ നേരെയാക്കി തരണോ? സംഘാടകരെ ബക്കറ്റ് എടുത്തേപ്പ, സംഘാടകരെ ബക്കറ്റ് എടുക്ക്. ഖുർആൻ പറയുകയാ, ഞാൻ പറഞ്ഞതല്ല, അള്ളാഹ് പറഞ്ഞതാ. നിങ്ങൾ ആരെങ്കിലും മനസ്സറിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് ഈ ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോ മനസ്സറിഞ്ഞിട്ടൊരു സദഖയിട്. അള്ളാഹു നിന്റെ കുടുംബ ജീവിതത്തിൽ സന്തോഷം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതം നന്നാക്കി തരും. നമ്മുടെ ആയിഷയെ, നമ്മുടെ ആമിനയെ, നമ്മുടെ ഫാത്തിമയെ, നമ്മുടെ ഖദീജയെ അള്ളാഹു നല്ല ഖദീജയാക്കി തരും, നല്ല ഫാത്തിമയാക്കി തരും, നല്ല ആയിഷ പോലാക്കി തരും. അതുകൊണ്ട് മനസ്സറിഞ്ഞിട്ട് എല്ലാവരും ഒരു നല്ല സദഖ. നിങ്ങൾ ഓടരുത്, സമാധാനത്തിൽ പോകണം. എല്ലാവരുടെ മുന്നിൽ നിന്ന് പൈസ വാങ്ങണം. കാരണം നിങ്ങളുടെ മോളെ കെട്ടിക്കാനല്ല. അതുകൊണ്ട് പിന്നെ സന്തോഷത്തോടെ പോകാം. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഒരു നല്ല സദഖ. ഭാര്യയുടെ മുഖം ഓർമ്മ വരട്ടെ, നിന്റെ ഭാര്യയുടെ മുഖം ഓർമ്മ വരട്ടെ. ഉസ്താദെ, ഓളൊന്ന് നേരെയായി കിട്ടിയ അള്ളാഹുവേ, എന്തിനാ ഉസ്താദെ പണമൊക്കെ, ഓള് നേരെയായി, എന്തൊരു സന്തോഷം. എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങള് ചിന്തിക്കൂ, ഉസ്താദെ എന്റെ ഇച്ഛ ഒന്ന് നേരെയായിരുന്നെങ്കിൽ. നിന്റെ ഇച്ഛ നേരെയാകാനുള്ള വഴിയാ ഈ ബക്കറ്റിന്റെ അകത്ത് മനസ്സറിഞ്ഞിട്ടൊരു സദഖയിട്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. കരുണക്കടലായ ദയാലുവായ അല്ലാഹ്, പടച്ചവരേ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നോ, കരുണക്കടലായ അല്ലാഹ്, ഈ സദഖ കൊടുക്കുന്നവരുടെ ഭാര്യമാരെ സാലിഹത്തുകളാക്കണേ അല്ലാഹ്. സന്തോഷവും സമാധാനമുള്ള ഒരു ജീവിതം തരണേ അല്ലാഹ്. ഈ സദഖ കൊടുക്കുന്ന പെങ്ങന്മാര് അവരുടെ ഭർത്താക്കന്മാരെ നിന്നെ പേടിയുള്ള ഭർത്താവാക്കണേ പടച്ചവരെ. അല്ലാഹുവേ, സാലിഹായ ഭർത്താവാക്കണേ തമ്പുരാരോ. പടച്ചവനെ, നമസ്കരിക്കുന്ന ഖുർആൻ ഓതുന്ന ഭർത്താക്കാക്കണേ തമ്പുരാരോ. അല്ലാഹുവേ, വിവാഹപ്രായമെത്തിയ ആണും പെണ്ണുമാരെല്ലാം സദഖ കൊടുക്കുന്നു. അല്ലാഹുവേ, ഒരു സ്വാലിഹത്തായ ഭാര്യ നൽകണേ അല്ലാഹ്. അതുകൊണ്ട് എല്ലാവരും മനസ്സറിഞ്ഞിട്ടൊരു സദഖ. അല്ലാഹു തആലായെ കല്യാണം കഴിക്കുന്ന അലിയാര് തങ്ങൾക്ക് കുടുംബ വീടാണുള്ളത്. എല്ലാരും ഒരു വീട്ടില്, ആകെ ഒരു ചെറിയ വീട്. ആ വീടിന്റെ സൈഡിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഈന്തപ്പന ഓലകൾ കൊണ്ട് മറച്ച ഒരു ചെറിയ റൂം. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നാര മകളുടെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടെ മണിയറയിലേക്ക് കടന്നുപോയി. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകള് മണിയറയ്ക്കകത്ത് കയറി ചെന്നു. അലിയാര് തങ്ങൾ ഫാത്തിമ ബീവിയോട് ചോദിച്ചു, വിളക്കണക്കട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഒരു 3 സലാത്ത് പറ. ഒരു കോമഡി പറയാൻ പോവാ. അള്ളാഹു 3 സലാത്ത് പറ. സല്ലല്ലാഹു ചൂടുവെള്ളത്തിൽ മധുരം ഇടുവോ? നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കല്യാണം കഴിഞ്ഞു. ഭാര്യയും ഭർത്താവും കൂടെ മണിയറയ്ക്കകത്ത് ചെന്നപ്പോ അലിയാര് തങ്ങളെ ചോദിച്ചു, ഞാൻ വിളക്കണക്കട്ടെ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അനുവാദം കൊടുത്തു. അലിയാര് തങ്ങൾ വിളക്കണച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കല്യാണം കഴിച്ചവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. കല്യാണം കഴിച്ചിട്ടുള്ളവർക്കൊന്ന് കൈപൊക്കറോ?